നമുക്ക് ആയിരങ്ങൾ വില വരുന്ന ഒരു കേക്ക് ചെയ്താലോ? ഇതൊരു സർപ്രൈസ് കേക്ക് ആണ് കേട്ടോ. ഇതും എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി വന്ന ഓർഡർ ആണ് കേട്ടോ. ഒരു ഹസ്ബൻഡ് വൈഫിന് വേണ്ടിട്ട് കൊടുക്കുന്ന ആനിവേഴ്സറി ഗിഫ്റ്റ് ആണ്. കസ്റ്റമറിന് ഒരേ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നുള്ളൂ, വൈഫ് നല്ലോണം സർപ്രൈസ് ആവണം. അതിനിപ്പോ എന്താ, സർപ്രൈസ് ആക്കാലോ. ഗോൾഡ് ചെയിനെ കേക്കിന്റെ ഉള്ളിൽ വെക്കാന്നുള്ളത് എന്റെ ഒരു ഐഡിയ ആയിരുന്നേ. ഫസ്റ്റ് കട്ടിങ്ങിൽ തന്നെ നമുക്ക് ഈ ഗോൾഡ് ചെയിൻ കിട്ടണം കേട്ടോ. അങ്ങനത്തെ ഒരു മൈൻഡിലാണ് ഞാൻ ഈ സംഭവം വെച്ചിട്ടുള്ളത്. കാര്യം ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എന്റെ മൈൻഡ് ഫുള്ള് ആള് സർപ്രൈസ് ആവോ എന്താവോ എന്തോന്നൊക്കെ ആയിരുന്നേ. ഏലും അതങ്ങനെയാണല്ലേ. കസ്റ്റമർ നമ്മുടെ ഇഷ്ടത്തിന് എല്ലാ ഡിസിഷൻസും വിട്ടു തന്ന കേക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടെൻഷനാ. അതേസമയം കസ്റ്റമർ കസ്റ്റമൈസേഷൻ ആയിട്ട് അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ടെൻഷനും ഇല്ല, നല്ല ടെൻഷൻ ഫ്രീ ആയിട്ട് ചെയ്യുകയും ചെയ്യാം. ഒന്നില്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനല്ലേ ഈ ഡിസൈൻ പറഞ്ഞതെന്നെങ്കിലും വെക്കാം. ഈ കേക്ക് ചോക്ലേറ്റ് ട്രസ്ലെച്ചസ് കേക്ക് ആണ് കേട്ടോ. 1 kg ആണ് വെയിറ്റ്. ഫൈനൽ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിൽ ഗ്ലിറ്റർ കൊടുക്കുക ചെയ്തത് കേട്ടോ. ഗ്ലിറ്ററിന്റെ ഷെയ്ഡ് ഏതാണെന്നറിയില്ല, ഒരു ബ്രൗൺ ഷെയ്ഡ് ആണ്. ശേഷം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന റോസസ് നമ്മൾ ആഡ് ചെയ്തു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ആയിട്ട് കസ്റ്റമൈസ്ഡ് ടോപ്പർ വെച്ച് കേക്ക് സെറ്റ് ചെയ്തു കേട്ടോ. ഇതാണ് ഈ കേക്കിന്റെ ലാസ്റ്റ്